ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഒരു ടെസ്റ്റ് ഉണ്ടായി കേട്ടോ. ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്ന സമയത്ത് നമ്മുടെ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ 2 പേർക്ക് ഒരു സൂപ്പർ പവർ കൊടുക്കുവാണ്. അതിലൊന്ന് അനീഷാണ്. കാരണം സർക്കസ് ടാസ്കിൽ നമ്മുടെ റിംഗ് മാസ്റ്റർ ആയിരുന്ന അനീഷ് വളരെ നല്ല രീതിയിലായിരുന്നു പെർഫോം ചെയ്തത്. രണ്ടാമത്തെ നമ്മുടെ നൂറ, അത് നൂതില കയർ ഫാക്ടറിയുടെ മുതലാളിയായ നൂറ. ഇവർക്ക് 2 പേർക്കാണ് ഈ പവർ കൊടുക്കുന്നത്. ഇവർക്ക് ഓരോരുത്തരെയായിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. അത് കൊള്ളായിരുന്നു കേട്ടോ, നല്ല പരിപാടിയായിരുന്നേ. അനീഷെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെ റെന ഫാത്തിമയാണ്. അതായത് തൻ്റെ ടീമിൽ അവസാനം വരെ പിടിച്ചു നിന്ന് 4 ഗോൾഡ് കോയിൻ വാങ്ങിയ റെന ഫാത്തിമയാണ് നമ്മുടെ അനീഷ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ സൂപ്പർ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു റെനയുടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അനീഷ് റെനയെ നോമിനേറ്റ് ചെയ്യുന്നത്. ശരിക്കും ബിഗ് ബോസ് വീടിനകത്ത് എല്ലാവരും ഒന്ന് ഞെട്ടി കേട്ടോ. ഇവിടെ നമ്മുടെ റെന പോലും ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അടുത്തതായിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു നോമിനേഷൻ തന്നെയായിരുന്നു നൂറയുടേതും. അതായത് നൂറ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒനീലിനെയായിരുന്നു. എല്ലാവരും കരുതിയത് നൂറ ആദിലയോ അല്ലെങ്കിൽ ബിന്നി, ഷാനവാസ് ഇവരെ ആരെങ്കിലുമൊക്കെ നോമിനേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാലേ നൂറ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നോമിനേഷൻ തന്നെയാണ് ഇവിടെ നടത്തിയത്. നമ്മുടെ ഒനീലാണെങ്കിൽ ആ സമയം മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നേ. പിന്നെ ടാസ്കിലേക്ക് കുതന്ത്രങ്ങൾ മെനയുന്ന ഒരാളാണ് നമ്മുടെ ഒനീലി. പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് അദ്ദേഹം വളരെ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൂറ അദ്ദേഹത്തെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കാനും അദ്ദേഹത്തിനൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനും ഒക്കെ നൂറയുടെ ഈ തീരുമാനം വളരെ സഹായമായി എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ മറ്റുള്ളവരെല്ലാം കൂടി തിരഞ്ഞെടുത്തത് നമ്മുടെ ജിഷിനെ ആയിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് റെന ഫാത്തിമ, ഒനീലി, ജിഷേൻ.